നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ ജ്ഞാനസ്നാന സമയത്തെ നൈർമല്യവും ചൈതന്യവും നാളിതുവരെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. അതോടൊപ്പം നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഈശോയ്ക്ക് ഉത്തമ സാക്ഷ്യം നൽകിക്കൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാന ചൈതന്യം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് വരമരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് പൂർണ്ണമായും ലോകത്തെ മുഴുവൻ മോചിപ്പിക്കണമേ എന്നും പ്രത്യേകം ഈ ബലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം നമ്മുടെ മറ്റു നിയോഗങ്ങളും സമർപ്പിച്ച് ബലിയിൽ പങ്കുചേരാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, പാദനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. സാധനം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവോത്തൻ, നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവോതൻ ഐക്യത്തിൽ, വാഴുന്ന ക്രിസ്തുവും യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനമാതനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാൻ നദിയിൽ ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനായി അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവാലും പുതുജന്മം പ്രാപിച്ച അങ്ങേ ദത്തപുത്രർ അങ്ങേ പ്രീതിയിൽ എന്നും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങൾ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 55-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ദാഹാർദ്രരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക, ആഹാരത്തിനു വേണ്ടിയല്ല. എന്തിനു പണം മുടക്കുന്നു? സമൃദ്ധിക്ക് വേണ്ടിയല്ല.
എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധീപനുമാക്കിയിരിക്കുന്നു. നിനക്കജ്ഞാതമായത് ജനങ്ങളെ നീ വിളിച്ചു കൂട്ടും. നിനക്കറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കോടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുക. ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്നു വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അതു സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ബലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൺ നിവാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രണ്ടാം വായന. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ്:
നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. യേശുക്രിസ്തു ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണ് ഉള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി. അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഒരു മറയില്ലെന്ന്, ഒരു തടസ്സമില്ലെന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ വെളിവാക്കപ്പെടുന്നുണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം
വ്യക്തമാക്കപ്പെടുന്ന ഒരു വേളയാണ് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ. ഈ ജോർദാൻ നദീ തീരത്ത് നിന്ന് നാം ഒരുപക്ഷെ ഉറ്റുനോക്കേണ്ടത് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്കാണ്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിലും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മാലാഖമാരുടെ അരുളപ്പാടിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറ സാന്നിധ്യമുണ്ട്. പുത്രനായ ദൈവം അവിടെ പുൽക്കൂട്ടിൽ പുഞ്ചിരി തൂകുന്നുണ്ട്. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തും ഇതുപോലെ തന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് വെളിവാക്കപ്പെടുന്നത്. ഈശോയുടെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നുള്ള ഒരു അഭിഷേകം തന്നെയാണ്. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മറയില്ല എന്ന് വെളിവാക്കപ്പെടുന്ന ഒരവസരമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അമൂല്യമായ ബന്ധത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈശോയുടെ ജ്ഞാനസ്നാനം എന്നത്. ഒരു പക്ഷേ ആദി മാതാപിതാക്കളുടെ പാപം നിമിത്തം ഒരു മറ അതിൻ്റെ പിന്നിൽ ദൈവമനുഷ്യ ബന്ധത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മറയെടുത്ത് നീക്കി പൂർണ്ണമായും മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ദൈവപുത്രനായ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയായി ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭമായി ഒരു അഭിഷേകം നടക്കുന്നു ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ളവർ തന്നെയാണ്. നമ്മുടെ ജ്ഞാനസ്നാന വേളയിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. തീർച്ചയായും ഈശോയെ നമ്മുടെ മാമോദീസ സമയത്ത് നമ്മൾ വ്യക്തിപരമായി കണ്ടുമുട്ടിയിട്ടുള്ളവരുമാണ്. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ മാറിയിട്ടുള്ളവരുമാണ്. അങ്ങനെ ത്രിയേക ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ ജ്ഞാനസ്നാന സമയത്ത്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം ഒരു ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആരംഭം മുതൽ തന്നെ ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അവിടെ ഈശോയുടെ ജനനത്തെക്കുറിച്ചോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെയില്ല. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്, ദൗത്യം ആരംഭിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനത്തോടുകൂടിയാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് തൻ്റെ വിമോചന ദൗത്യം ഈശോ ആരംഭിക്കുന്നതായിട്ട് മാർക്കോസ് സുവിശേഷകൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മുടെ ജ്ഞാനസ്നാന സമയത്തും നമ്മൾ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ജ്ഞാനസ്നാന സമയത്ത് നമ്മളൊക്കെ വെള്ളവസ്ത്രം ധരിച്ച് ക്രിസ്തുവാകുന്ന പ്രകാശം മെഴുകുതിരി നാളത്തിൽ ഏറ്റുവാങ്ങി ദൗത്യം ആരംഭിച്ചിട്ടുള്ളവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ടി ആ ദൗത്യം ആരംഭകാലത്ത് നമ്മുടെ ശൈശവദശയിൽ നിറവേറ്റിയിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളർച്ചയിൽ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രാരംഭകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ഈ ദൗത്യം നിറവേറ്റിയിട്ടുണ്ട്. നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഈ ദൗത്യം നമുക്ക് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. നമ്മോട് തന്നെ ഈ സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അന്ന് നാം ധരിച്ച ആ വെള്ള വസ്ത്രത്തിൻ്റെ വെണ്മ ഇന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവാകുന്ന ദീപനാളം ഇന്നും അണയാതെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്നാപക യോഹന്നാനിൽ നിന്നും പാപമോചനത്തിൻ്റെ മാമോദീസ സ്വീകരിക്കാൻ ഈശോ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു എന്ന്. ഈശോ അങ്ങോട്ട് ചെന്ന് സ്നാനം സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ അത്ഭുതപ്പെടുന്നുണ്ട്. മറ്റ് സുവിശേഷകന്മാരത് വ്യക്തമാക്കുന്നുമുണ്ട്. യോഹന്നാൻ ഈശോയുടെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും യോഗ്യനല്ല താനെന്ന് പറഞ്ഞ് ദാസന്മാരുടെ ദാസനാണ് താനെന്ന് പ്രഘോഷിച്ചവനാണ്. അങ്ങനെയുള്ളവൻ്റെ അടുത്തേക്കാണ് ദൈവപുത്രനായ ഈശോ വന്നിട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുക. ഒരുപക്ഷെ യോഹന്നാൻ ഒന്ന് ഞെട്ടിപ്പോയി കാണും. അതവൻ്റെ വാക്കുകളിൽ പ്രകടവുമാണ്. പക്ഷേ ഈശോ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്.
മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുന്ന ദൈവം എത്രത്തോളം താഴേക്ക് വരണമോ അത്രത്തോളം താഴേക്ക് വരാൻ സന്നദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുക. മനുഷ്യകുലത്തിൻ്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്ന് പാപമോചനത്തിൻ്റെ മാമോദീസ സ്വീകരിച്ച് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ദൗത്യം ആരംഭിക്കുകയാണ് ഈശോ തൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യാരംഭവും നമ്മുടെ മാമോദീസ വേളയിൽ തന്നെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ മാമോദീസയുടെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. ഈശോ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എളിയവനായി ഏറ്റവും ലാളിത്യത്തോടുകൂടെ മാമോദീസ സ്വീകരിച്ചെങ്കിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മാമോദീസയും ഈശോയുടെയും ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ നാമത്തിലാണെങ്കിൽ തീർച്ചയായും ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് നമ്മൾ ആ ജ്ഞാനസ്നാന ചൈതന്യം നിലനിർത്തി ജീവിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. നമ്മൾ ഈശോയുടെ ജ്ഞാനസ്നാനത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതും, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം അതുതന്നെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അന്നത്തെ ആ വെള്ളവസ്ത്രത്തിൻ്റെ വെണ്മ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവാകുന്ന ദീപനാളം എൻ്റെ ഹൃദയത്തിൽ എന്നെങ്കിലും അണഞ്ഞു പോയിട്ടുണ്ടോ? ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവനെന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്തുവാകുന്ന പ്രകാശം ഒരു തിരുനാളം തെളിച്ചുകൊണ്ട് നമ്മെ ജ്ഞാനസ്നാന വേളയിൽ നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന പിതാവ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഏതെങ്കിലും ജീവിതശൈലി വഴി, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റം വഴി, നമ്മുടെ വാക്കുകളിലൂടെ ക്രിസ്തുവാകുന്ന ദീപനാളം എൻ്റെ ഹൃദയത്തിൽ എന്നെങ്കിലും അണഞ്ഞു പോയിട്ടുണ്ടോ? അന്ന് നാം ധരിച്ച വിശുദ്ധിയുടെ വെണ്മയുടെ നർമ്മല്യത്തിൻ്റെ വസ്ത്രം എന്നെങ്കിലും കളങ്കപ്പെടാൻ ഇടയായിട്ടുണ്ടോ? ആ വസ്ത്രത്തിൻ്റെ വെണ്മ നഷ്ടപ്പെടുന്ന രീതിയിൽ എപ്പോഴെങ്കിലും ഞാൻ ജീവിച്ചിട്ടുണ്ടോ? ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ നമുക്കൊരു വീണ്ടെടുപ്പിൻ്റെ അവസരമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നമ്മുടെ മാമോദീസ സ്വീകരണ സമയത്തുണ്ടായിരുന്ന ചൈതന്യവും നൈർമല്യവും വെണ്മയും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപയേകണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലുടനീളം ഈശോയുടെ കൈപിടിച്ച് നടക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയാനും ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെൻ്റെ പ്രിയപുത്രി എന്നുള്ള പ്രഘോഷണങ്ങൾ തുടരെ നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങിക്കേൾക്കാനും നമുക്ക് ഭാഗ്യം നൽകണമേ എന്ന് പരിശുദ്ധമായ ഈ ദ്വീപിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിപ്പെടാത്തവനും പിതാവുമായ സത്യയേകനുമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിസ്തരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകനുമായി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു.
പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരുന്ന യുഗത്തിൻ്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളിൽ നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരും അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കാൻ കൃപയേകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും സവിശേഷമായി ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന കോവിഡ് മഹാമാരിയിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ എല്ലാവരും അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകുവാൻ, അവരുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ കൃപയേകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ ഇടയാകണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്നവരും വിദൂരങ്ങളിലായിരുന്ന ഈ ദൈവബലിയിൽ സംബന്ധിക്കുന്നവരുമായ നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളോട് കൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്താപൂർവം ഞങ്ങൾ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയേകിടാം ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാ കാഴ്ചയേകിടാം ഇന്നു പൂർണ്ണമായി നൽകാം. കാഴ്ചയേകിടാം ഈ വേദിയിൽ സ്വീകാര്യമാം ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം കാഴ്ചയേകിടാം ഇന്നു പൂർണ്ണമായി നൽകാം. കണ്ണിക്കണങ്ങളാൽ കഴുകിടാം ആവിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമായി. കണ്ണിക്കണങ്ങളാൽ കഴുകിടാം ആവിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമായി. ലോകപാപം നീക്കിടും ദിവ്യ കുഞ്ഞാടേ കഴുകിടൂ എന്നെയും പൈതലാകുവാൻ. ലോകപാപം നീക്കിടും
എന്നെയും പൈതലാകുവാൻ ഈ ദിനത്തിൻ്റെ നന്മയിൽ കഴുകി നിർമ്മലരായിടാം യേശുവിൻ ബലിയിൽ സതതം സ്നേഹമായേകാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നന്മയുടെയും അവിടെ തിരുവേണ്ടിയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ കരുണാപൂർവം കഴുകിക്കളയാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിപ്പിക്കുമാറാകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാനിൽ വച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവജ്ഞാനസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടാൻ ഇടയാക്കി. മാത്രമല്ല, പ്രാവിൻ്റെ രൂപത്തിലിറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദതൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന്
വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്തും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നന്ന്
ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതരായി ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഏകജാതനെ വിശ്വസ്തയോടെ ശ്രവിച്ചുകൊണ്ട്
ഞങ്ങളങ്ങേ യഥാർത്ഥ മക്കളെന്ന് വിളിക്കപ്പെടാനും അപ്രകാരമായിരിക്കാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.